Good morning all. Today we have the topic of half-range expansions. The two types of half-range expansions are the Fourier cosine series and Fourier sine series. നമ്മൾ ഇതുവരെ Fourier series ഡിഫൈൻ ചെയ്ത് -L to L എന്നുള്ള പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ ആയിരുന്നു. ഇനി 0 to L ആണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ we can extend that function into -L to L and പീരിയോഡിക്കലി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫൊറിയർ സൈൻ സീരീസോ അല്ലെങ്കിൽ ഫൊറിയർ കൊസൈൻ സീരീസോ അതിനെ ഈവൻ ഫംഗ്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഫൊറിയർ കൊസൈൻ സീരീസും ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫൊറിയർ സൈൻ സീരീസും ആയിട്ട് എഴുതാം. ഇനി ഫൊറിയർ സൈൻ സീരീസിനെ നമ്മൾ അതിനെ അടുത്തത് ഫൊറിയർ കൊസൈൻ സീരീസ്. ഫൊറിയർ കൊസൈൻ സീരീസിൽ ഫംഗ്ഷനെ നമുക്ക് പീരിയോഡിക്കലി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 0 to L ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ ആദ്യം നമ്മൾ പീരിയോഡിക്കലി എക്സ്റ്റെൻഡ് ചെയ്ത് -L to L ആയിട്ട് ഈവൻ ഫംഗ്ഷനായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് f of x ഈക്വൽ ടു പുതിയൊരു ക്യാപിറ്റൽ f of x പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ക്യാപിറ്റൽ f of x ഈക്വൽ ടു f of x when given interval 0 to L and minus f of x in -L to 0 അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് ക്യാപിറ്റൽ f of x plus 2L പീരിയോഡിക് ആയിട്ട് is equal to ക്യാപിറ്റൽ F of x. അപ്പോൾ നമ്മൾ അതിന് പീരിയോഡിക് എക്സ്റ്റൻഷൻ എഴുതി. ഇനി അതിൻ്റെ ഫൊറിയർ കൊസൈൻ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈവൻ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് ചെയ്ത് തന്നെ a0/2 + സിഗ്മ n = 1 to infinity an cos n pi x by L. അപ്പോൾ ഇവിടുത്തെ ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, a0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നമ്മൾ 1/L എടുത്തതിന് പകരം ഇവിടെ 2/L ആണ്. നമ്മൾ ഓഡ് ഈവൻ ഫംഗ്ഷൻ്റെ a0 ചെയ്ത പോലെ a0 = 2/L integral 0 to infinity f of x 0 to L f of x dx and an is equal to 2/L integral 0 to L f of x cos n pi x by L dx. ഇനി ഫൊറിയർ സൈൻ സീരീസ് ആണെങ്കിൽ നമ്മളതിന് പീരിയോഡിക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ g of x എന്നുള്ളൊരു ഫംഗ്ഷനായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. g of x equal to f of x in 0 to L. 0 എന്നുള്ളത് ഈവൻ ഇതിലല്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്തു. ഇനി -L to 0 -f of x f of -x. So g of x plus 2L equal to g of x. അപ്പോൾ ഫൊറിയർ സൈൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ bn sin n pi x by L where bn is equal to 2/L 0 to L integral 0 to L f of x sin n pi x by L dx. അപ്പോൾ ഇത്രയാണ് ഫോർമുല. ഇനി ഒരു പ്രോബ്ലം ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഫൊറിയർ സീരീസ് എന്നുള്ള പോർഷൻ കഴിയുവാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം അതിൽ ആദ്യം ചെയ്യേണ്ടത് given that f of x equal to 1 minus x when 0 less than x less than or equal to 1 equal to 0 when 1 less than x less than or equal to 2. Given that period is equal to 4, we have to find the Fourier cosine series and sine series and sketch the graph of f. അതാണ് പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം അതിൻ്റെ ഫൊറിയർ കൊസൈൻ സീരീസ് എഴുതുവാണ്. ഫൊറിയർ കൊസൈൻ സീരീസ് ഈസ് അപ്പോൾ അതിൽ സൈൻ ടൈം ഇല്ല. f of x equal to a0/2 plus sigma n equal to 1 to infinity an cos n pi x by L dx. ഇവിടെ ആകെ ഒരു വ്യത്യാസമുള്ള L is equal to പീരിയഡ് 2L ആണ്. 2L = 4 ആയതുകൊണ്ട് L is equal to 2. ഇവിടെ നമ്മൾ മറ്റേ ഫൊറിയർ സീരീസുമായിട്ടുള്ള ഡിഫറൻസ് a0 ഫൊറിയർ സീരീസിലാണെങ്കിൽ a0 1/L ആണ്, ഇവിടെ 2/L ആണ്. 2/L integral 0 to L f of x dx. So 2/2 into integral 0 to 1 minus x dx plus integral 1 to 2 0 dx. f of x ന്റെ വാല്യൂ 1 to 0 to 1 1 minus x ഉം 1 to 2 0യും. ഇനി അതിൽ നിന്ന് 2/2 is equal to 1 അത് നമ്മൾ 1. പിന്നെയുള്ളത് രണ്ടാമത്തെ ഇൻ്റഗ്രൽ ടേം ഈസ് 0. അപ്പോൾ നമുക്കതിന് ഫസ്റ്റ് ടൈം മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 minus x dx which is equal to integral of 1 is x, integral of x is x square by 2 from 0 to 1. നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 1 square by 2 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ ഞാൻ എടുക്കത്തിട്ടില്ല. 1 minus 1 square is 1. 1 minus 1/2 is equal to 1/2. So a0 is equal to half. Now an
and expression integral 2 by L integral 0 to L f of x cos n pi x by L dx. ഇവിടെ L is equal to 2 ആണ്. So 2 by 2 integral 0 to 1 f of x is 1 minus x. 0 to 1 ൽ 1 minus x ഉം 1 to 2 ൽ 0 ഉം cos n pi x by 2 dx. L is equal to 2 ആയതുകൊണ്ട് ഇനി നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ which is equal to integral 0 to 1 മൈനസ് മറ്റു രണ്ട് ടേമുകളൊക്കെ 2 by L 1 ആയി പോവും. ബാക്കി സെക്കൻഡ് ടൈം ഇൻ്റഗ്രൽ 0 ആയതുകൊണ്ട് അത് ക്യാൻസൽ ആവും. ഒരു ഇൻ്റഗ്രൽ ടൈം ഉള്ളൂ 0 to 1 മൈനസ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ 2 ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് ഇസ് സൈൻ എൻ പൈ എക്സ് ബൈ 2 divided by the coefficient n pi by 2 from the limit 0 to 1 minus integral 0 to 1 derivative of 1 minus x is minus 1 1 ന്റെ derivative 0 minus x ന്റെ minus 1 cos n pi x by 2 ന്റെ sin n pi x by 2 by n pi by 2 dx. ഇനി നമ്മൾ ഇതിൽ അപ്പർ ലിമിറ്റ് ഫസ്റ്റ് ടൈമിൽ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ 1 minus 1 എന്നുള്ള ടൈം വരും. So that term multiply ആ ടൈം 0 ആയി പോകും. സെക്കൻഡ് ടൈമിൽ സൈൻ എൻ പൈ എക്സ് ഇവിടെ ഈ സൈൻ എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. സോ എൻ പൈ എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു 0 സൈൻ 0 എന്നുള്ള ടൈം ആയി മാറും. അപ്പോൾ സൈൻ 0 ഇസ് ഈക്വൽ ടു 0 1 മൈനസ് അപ്പോൾ ആ രണ്ട് ടൈമും 0 ആവുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ എഴുതാം സിൻസ് സൈൻ 0 ഇസ് ഈക്വൽ ടു 0 and 1 minus 1 equal to 0. ഫസ്റ്റ് ടൈമിൽ 1 minus 1 എന്നുള്ളത് വരും. രണ്ടാമത്തേൽ സൈൻ 0 എന്നുള്ളതും വരും. ഇനി നമുക്കുള്ളത് ഈ മൈനസ് 1 മൈനസ് 1 കൂടെ പ്ലസ് ആവും. എൻ പൈ ബൈ 2 വി ക്യാൻ ടേക്ക് ടു ന്യൂമറേറ്റർ ദെൻ ഇറ്റ് ബിക്കംസ് 2 by n pi integral 0 to 1 sin n pi x by 2 dx. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഇല്ല, ആകെ 2 by n pi integral 0 to 1 sin n pi x by 2 ഉള്ളൂ. integral of sin is minus cos n pi x by 2 by the coefficient n pi by 2 from 0 to 1 which is equal to നമുക്ക് ഈ constant 2 by n pi can be taken to numerator. so 2 by into 2 by n pi 1 x ന് 1 എന്നുള്ള വാല്യൂ എടുക്കുമ്പോൾ cos n pi by 2 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് cos 0. ഇനി നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 by n pi into 2 by n pi is 4 by n square pi by square and cos n pi by 2 cos n pi by 2 is equal to 0 cos pi by 2 0 cos 3 pi by 2 0 എല്ലാം നമുക്ക് 0 ആണ്. അപ്പോൾ ഈ പാർട്ട് ഇത് 0 ആയി പോവും. മൈനസ് മൈനസ് ഈസ് പ്ലസ് പ്ലസ് cos 0 is equal to 1 plus 1. so the answer is 4 by n square pi square. So a naught is equal to 1 by 2 and an equal to 4 by n square pi square. Therefore we can write the Fourier cosine series as a naught by 2. 1 by 2 by 2 is 1 by 4 and sigma n is equal to 1 to infinity 4 by n square pi square. an is 4 by n square pi square cos n pi x by 2 in the interval 0 to 2. Now we have to draw the graph. For that we have to extend the function as an even function. So the periodically we can extend as f of x equal to capital F of x equal to f of x in the interval 0 to 2 and equal to f of minus x in minus 2 to 0. So the given function is 0 to 2. This is the function 0 to 1 1 minus x and 1 to 2 0. Now we have to f of minus x should be there. So minus 1 to 0 1 minus x in at negative കൊടുത്തു കഴിയുമ്പോൾ x ന് നെഗറ്റീവ് കൊടുത്തു കഴിയുമ്പോൾ 1 plus x 0ക്ക് സെയിം തന്നെ 0. so this is f of x plus 4. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അതിൽ ഈ 0 to 1ലും മൈനസ് 1 to 0യിലുമാണ് ഗ്രാഫ് ഉള്ളൂ. അപ്പോൾ ആ പാർട്ടിൽ വരച്ച് കഴിയുമ്പോൾ we will get a triangle function. മൈനസ് 1 to 1ൽ മൈനസ് 1 ആവുമ്പോൾ the value is 1 plus x minus 1 plus 1 is equal to 0. 0 ആവുമ്പോൾ 1 plus 0 equal to 1. അപ്പം മൈനസ് 1 1 കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ജോയിൻ ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് നമ്മളിനി 4 ഇൻ്റർവെൽ വരാൻ പാകത്തിന്. അപ്പോൾ 2 to 2ലാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇൻ്റർവെൽ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മിഡിലാണ്. അപ്പോൾ ഇനി അടുത്തത് 2 to 6 വരിക. അതിൻ്റെ മിഡിൽ വരുന്ന പാർട്ട് 3 to 5. അപ്പോൾ ആ പാർട്ടിൽ ഒരു ട്രയാങ്കിൾ ഫംഗ്ഷൻ വരിക. ഇങ്ങേ സൈഡിൽ -3 to -5, 2 to -6ൽ മിഡിൽ പാർട്ട് -5 to -3 അവിടെയും ഒരു ട്രയാങ്കിൾ ഫംഗ്ഷൻ. അങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഫൊറിയർ സൈൻ സീരീസ്. സോ ദ എക്സ്പ്രഷൻ ഈസ് f of x equal to sigma n equal to 1 to infinity bn sin n pi x by L dx, and the bn value is 2 by L integral 0 to L f of x sin n pi x by L dx. So bn is equal to here L is equal to 2, so 2 by 2. F of x can be split into 2 from 0 to 1 1 minus x and 1 to 2 0. So integral 0 to 1 minus x sin n pi x by 2 dx plus integral 1 to 2 0 sin n pi x by 2 dx, which is equal to integral 2 by 2 1 ആണ്. സെക്കൻഡ് ടൈം 0 ആയിപ്പോയി. സോ integral 0 to 1 minus x sin n pi x by 2 dx, which is equal to നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. സോ ഫസ്റ്റ് ഇൻറ്റു 1 minus x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഈസ് minus cos n pi x by 2 divided by the coefficient n pi by 2 from the limit 0 to 1 minus 0 to 1 integral of 1 minus x is minus 1 integral of sin n by x by 2 is minus cos n pi x by 2 by n pi by 2 dx. നമ്മൾ അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 1 which is equal to 0 and the value is കോസിന് കൊടുത്തു കഴിയുമ്പോൾ cos 0. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഓഫ് അപ്പർ ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് ഈ മൈനസും മൈനസ് ഓഫിൻ്റെ മൈനസോട് ചേർന്ന് പ്ലസ് കോസ് 0 ബൈ n pi by 2 മൈനസ് ഇവിടുത്തെ നമുക്ക് ഈ ഡിവൈഡ് ചെയ്ത കോയഫിഷ്യൻ്റ് നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. സോ ദിസ് വാല്യൂ ഈസ് 2 by n pi മൈനസ് ഇൻ്റഗ്രൽ 0 to 1. ഇവിടുത്തെ ഈ മൈനസ് ഈ മൂന്ന് മൈനസ് ഉണ്ട്. സോ ദ ഫൈനൽ ദ ഇൻ്റഗ്രൽ മൈനസ് സൈൻ ഈസ് മൈനസ് ഇൻ്റഗ്രൽ 0 to 1 cos n pi x by 2 dx, which is equal to cos 0 is 1 by n by 2. ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 2 by n pi minus 2 by n pi into integral 0 to 1 integral of cos is sin n pi x by 2 by n pi by 2 from 0 to 1, which is equal to 2 by n pi minus 2 by n pi into divided by 2 by n pi മുകളിലോട്ട് എടുത്ത് കഴിയുമ്പോൾ n pi by 2 ന്യൂമറേറ്ററിലേക്ക് എടുത്ത് കഴിയുമ്പോൾ 2 by n pi sin 1 കൊടുത്തു കഴിയുമ്പോൾ sin n pi by 2 minus sin 0, which is equal to 2 by n pi minus 4 by n square pi square sin n pi by 2. Therefore Fourier sine series is equal to f of x equal to sigma n equal to 1 to infinity 2 by n pi minus 4 by n square pi square sin n pi by 2 sin n pi x by 2. അപ്പോൾ ഇതാണ് Fourier sine series. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യണം. Now f of x can be extended to periodically as an odd function as g of x is equal to f of x in 0 to L equal to 0 when x equal to 0 minus f of minus x when minus L to x less than 0 and g of x plus L is equal to g of x. So which is equal to 1 minus നമ്മൾ തന്നിരിക്കുന്ന f of x ൻ്റെ പാർട്ടിലുള്ളത് അതേ ഇവിടെ എടുത്തെഴുതുക 1 minus x 0 to 1 0 1 to 2 equal to 0 x equal to 0 is 0. Now ഇനി അതിൻ്റെ മൈനസ് ഓഫ് ദാറ്റ് മൈനസ് ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ്. സോ മൈനസ് ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ് വരുമ്പോൾ 1 plus x വരും. മൈനസ് ഓഫ് 1 plus x ഇൻ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 ഈക്വൽ ടു 0 വൈൻ മൈനസ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. നമ്മൾ അതിൻ്റെ പ്ലോട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ഈ വാല്യൂസ് ഉള്ള സ്ഥലം 0 to 1 മൈനസ് 1 to 0 പ്ലോട്ട് ചെയ്യുക. സോ 0 to 1 പ്ലോട്ട് ചെയ്യുമ്പോൾ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. 0 to 1 ഇങ്ങനെ വരും. മൈനസ് 1 to 1 അതിൻ്റെ റിവേഴ്സായിട്ട്. ഇനി 2 to 2 നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്
പീരിയോഡിക് ആയിട്ടുള്ള. അപ്പോൾ അതേ രീതിയിൽ 2 to 2ൻ്റെ അതേ രീതിയിൽ -6 to -2ലും വരയ്ക്കുക, 2 to 6ലും ഗ്രാഫ് റെപ്ലിക്കേറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ഗ്രാഫ്.